അത് ഓട്ടോ മോഡ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ ഫോർവേഡ് ഓടാനുള്ള ഗിയറുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിക്കോളും. മാമിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് ഗിയർ പ്ലസ് ആയിക്കോളും. ന്യൂട്രൽ എന്ന് പറഞ്ഞ ഗിയർ ഒന്നും ഇല്ല, സ്റ്റോപ്പിങ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് ഓടാനായിട്ട്. ഓക്കെ ആണ്. അത് 3 മോഡ്. ഈ എയിൽ തന്നെ ഒരു മാനുവൽ മോഡ് കൊണ്ട് വണ്ടിക്ക്. അതാണ് എം എന്ന് ചെയ്തിട്ട് പ്ലസ് മൈനസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത് നമുക്ക് ആവശ്യം വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ഇറക്കം അല്ലെങ്കിൽ കയറ്റമുള്ള ഏരിയ, ഇപ്പോൾ സ്ഥിരമായിട്ട് അതിലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വണ്ടി ഇറക്കം ഇറങ്ങി വരിക എന്ന് വിചാരിക്കും. ഇതൊരു ഓട്ടോ മോഡ് വണ്ടിയാണ്. വണ്ടിയുടെ വേഗതയ്ക്ക് അനുസരിച്ച് ഗിയർ പ്ലസ് ആവും. ഒരു ഹൈ റേഞ്ച് ഏരിയ, മാം ഒരു ഇറക്കം ഇറങ്ങി വരിക. അപ്പൊ അവിടെ ഒരുപാട് വേഗത്തിൽ വരാനും പറ്റില്ല, കാരണം വളവും തിരിവും എല്ലാം ഉണ്ടാവും. അപ്പം മാം താഴേക്ക് വരുന്നോറും വണ്ടിയുടെ സ്പീഡ് കൂടും തന്നെ ഇറക്കമായതുകൊണ്ട്. അപ്പൊ ഗിയർ പ്ലസ് ആവും. ഗിയർ പ്ലസ് ആവും. ചിലപ്പോൾ 5th ഗിയർ വരെ വീഴും. വണ്ടി അത്രയും വേഗത എടുക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും മാം, തുടരെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. കൂടുതൽ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും, ബ്രേക്ക് ഹീറ്റ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ മാനുവൽ മോഡ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു മൈനസ് ഗിയർ സെലക്ട് ചെയ്ത് വെക്കാം. മാമിന് ഏത് വേഗത്തിലാണോ ഇറങ്ങേണ്ടത് ആ ഗിയർ ചൂസ് ചെയ്ത് വെച്ചാൽ പിന്നെ മാം പ്ലസ് ചെയ്യുന്നവരെ പ്ലസ് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് മാനുവൽ മോഡ് കിട്ടുമെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ അറിയുന്നത് എങ്ങനെയാണ്, മറ്റേ ഏത് ഗിയറിൽ ഇപ്പോൾ കിടക്കുന്നത്? മാം ബ്രേക്ക് ചെയ്താ ഓട്ടോ മോഡിൽ ഒന്ന് മാറിക്കേ. ഇനി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇതാ 1 M എന്ന് എഴുതിയിരിക്കുന്നുണ്ടാ. പ്ലസ് ചെയ്താൽ 2 ഓടിയാലേ ആകത്തുള്ളൂ. കിട്ടിയാ ഇപ്പൊ ന്യൂട്രൽ. അപ്പൊ ഏത് ഗിയറിലാന്ന് അവിടെ അറിയാൻ പറ്റും. ഓക്കെയാണ്. നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഇത് മുന്നോട്ട്. സ്റ്റിയറിംഗിലൊന്ന് പിടിച്ച് എങ്ങനെ ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് തിരിച്ച് വേണമെന്ന്. അത് റൈറ്റാ, ലെഫ്റ്റിലേക്കും തിരിച്ച് എളുപ്പം തിരിക്കും. അതായിട്ട് നോക്കണ്ട, കുറച്ചുകൂടെ ക്വിക്കായിട്ട് തിരിക്കും. റൈറ്റിലേക്കൊന്ന് പെട്ടെന്ന് തിരിച്ച് ഇരിക്കട്ടെ. ലെഫ്റ്റിലേക്കൊന്ന് പെട്ടെന്ന് തിരിച്ച്, റൈറ്റിലേക്കൊന്ന് വേണം തിരിച്ച്. അതായിട്ട് നോക്കണ്ട. ഞാനിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിച്ചത് കറക്റ്റ് ആയിരുന്നു. ഈ കൈ കറക്റ്റായിട്ട് എടുത്ത് റൈറ്റിലേക്ക് ഇരിക്കുമ്പോൾ ഈ കൈക്ക് അവർ ടേൺ കൊടുക്കേണ്ടത്. അതെ, അങ്ങനെ ലെഫ്റ്റും തിരിച്ച് പെട്ടെന്ന് കണ്ട. റൈറ്റിലേക്കൊന്ന് തിരിച്ച്. അത് തന്നെ കിട്ടിയാ. വീല് നേരെയാക്കി ഒന്നുകൂടെ മതി. കിട്ടിയ ടെൻഷൻ ഉണ്ടല്ലോ ഇപ്പോഴും. ഞാൻ ഫ്രീ ആയിട്ടിരുന്ന ഓക്കെയാ. ഇരിപ്പൊക്കെ ഓക്കെയാണ്. എന്തേലും വ്യത്യാസം വരുത്തണ ഇരിപ്പില്? റോഡ് കാണാം. വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്ന് ഞാൻ ചോദിച്ചു. 2 മിറർ ഓക്കെയാണ്. കാണാവാ ഇതില എത്തിയൊന്നും നോക്കണ്ട. ഇരുന്ന ഇരിപ്പിൽ കാണാവോന്ന് ചോദിച്ചു. നമ്മുടെ വണ്ടിയും കാണാമല്ലോ. ബാക്കി ബാക്ക്ഗ്രൗണ്ടും കാണാം. ബാക്കിൽ അവിടെ അതുപോലെ തന്നെ അല്ലേ? നമുക്ക് ഈ വണ്ടി ഒന്ന് മുന്നിലേക്ക് എടുത്ത് നോക്കാം. എന്ത് ചെയ്യണം മുന്നോട്ട് പോകണമെങ്കിൽ? ബ്രേക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഇട്ടോ. ഇനി ഒരു കാര്യം, ഇൻഡിക്കേറ്റർ ആയിട്ടില്ല. അതൊരു 3 സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ. ഇപ്പം ഇൻഡിക്കേറ്റർ. ഇനി ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു റെഡ് കളറിലൊരു ലൈറ്റ് ഉണ്ടോ നോക്കിയാൽ അവിടെ വാണിംഗ് ലൈറ്റ് ഇല്ല. സീറോ അവിടെ കണ്ട. ഹാൻഡ് ബ്രേക്ക് ഓൺ ആണ്. അത് ഓഫ് ചെയ്തു. ജസ്റ്റ് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തുകൊണ്ട് താഴ്ത്തിയാൽ മതി. ആ ലൈറ്റ് കെട്ടോ നോക്കിയാൽ ഓക്കെയാണ്. അത് ഓണാക്കാനായിട്ട് വെറുതെ ഉയർത്തിയാൽ മതി മേളിലേക്ക്. ഓഫ് ചെയ്യാനായിട്ട് ഓണാക്കാൻ വെറുതെ ഉയർത്തിയാൽ മതി. അതെ, താഴേക്ക് ഒന്ന് ഓണായിക്കണം. പ്രസ് ചെയ്യണ്ട. മാക്സിമം പൊക്കാവുന്ന അത്രയും പൊക്കി വയ്ക്കും. അപ്പോഴാണ് ഓണായത്. ഓഫ് ചെയ്യണമെങ്കിൽ ഉയർത്തിക്കൊണ്ട് പ്രസ് ചെയ്യണം, താഴ്ത്തണം. കിട്ടിയാ? ആ, നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. വേണം നോക്കാം. മുന്നിൽ നമുക്ക് എന്തോ തടസ്സമായിട്ടുള്ളത്? ആ നടന്നു വരുന്ന ആളുകളും ഈ പോസ്റ്റുമാണ്. ശരിയല്ലേ? ഈ പോസ്റ്റിനെ ഒഴിവാക്കാൻ എങ്ങോട്ട് തിരിക്കേണ്ടി വരും? മാം റൈറ്റിലേക്ക് ഒരു ബെൻഡ് എടുത്ത് വയ്ക്കും. അതെന്തിനാന്ന് വെച്ചാൽ മുന്നിലേക്ക് പോകുമ്പോൾ ആ പോസ്റ്റിലേക്ക് ചെന്ന് കയറാതിരിക്കാൻ. തൊട്ടടുത്താ അതുള്ളത്.
അപ്പൊ റൈറ്റിലേക്ക് ഇത് ഇങ്ങനെ ഒരു ബെൻഡ് എടുത്ത് വെച്ചോ. കണ്ടാ, ഇനി ഒരിക്കലും പോസ്റ്റിലേക്ക് വണ്ടി പോകില്ല, കാരണം നമ്മൾ മാറ്റി വെച്ചിരിക്കുക വണ്ടിയെ. ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കണം. അപ്പൊ അതൊക്കെ മുന്നോട്ട് നീങ്ങി നോക്കാം. ബ്രേക്ക് മാത്രം ലൂസ് ചെയ്താൽ മതി. കണ്ടാ, ഒന്ന് നിർത്തിക്കാൻ കിട്ടിയാ. മുഖത്തെ എക്സ്പ്രഷൻ മാറരുത്. ഫ്രീ ആയിട്ട് വണ്ടിക്ക് മൂവ്മെന്റ് എടുക്കാൻ ആക്സിലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി മൂവ് ചെയ്തോളൂ. സ്പീഡ് കൂട്ടാൻ നമ്മൾ ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. പോവാം നമുക്ക്. ബാക്ക് ഓക്കെ ആണെങ്കിൽ പതുക്കെ പതുക്കെ മുന്നിലേക്ക് നീങ്ങും. നമ്മൾ ഓൾറെഡി തിരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വണ്ടി റൈറ്റിലേക്കേ വരുള്ളൂ. അപ്പൊ പിന്നെയും പിന്നെയും തിരിച്ചുകൊണ്ടിരിക്കരുത്, അപ്പൊ നടുക്കിലേക്ക് വരും. മൂവ് ചെയ്യാം. നേരെയാക്കി വാങ്ങാം. അതന്നെ ഓക്കെ അല്ലേ? മൂവ് ചെയ്തോ പതുക്കെ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പതിയെ ഒന്ന് ആക്സിലേറ്ററിൽ പോവാം. കാല് കയറ്റി വെക്കരുത്, അപ്പം ഞാൻ ചവിട്ടി താഴ്ത്തു അറിയാതെ. പോട്ടെ. ആ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ട് വെച്ചേക്കോ. ഇവിടെ ശ്രദ്ധിക്കാൻ മതി. എതിരെ വരുന്ന ആളെ കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടാ. അവരെ നോക്കിയിരിക്കാതിരുന്നാൽ മതി. നമുക്ക് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കണമെന്നാണ്. നമ്മുടെ ലെഫ്റ്റ് കീപ്പ് ചെയ്താൽ മതി. വലിയ വണ്ടി അല്ലെങ്കിൽ വിമാനം വന്നാലും മാമിന്റെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താൽ മതി. മാമിന് പേടി തോന്നുന്നുണ്ട്, വേഗത കുറയ്ക്കുകയേ ചെയ്യാവുള്ളൂ. ഒഴിഞ്ഞു മാറാൻ നോക്കരുത്. ഒരിക്കലും. നമുക്കൊന്ന് നിർത്തി നോക്കാം മാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് എവിടെയെങ്കിലും സൈഡ് ഒതുക്കി നിർത്തി. കാല് ബ്രേക്ക് ചെയ്യാൻ ഉണ്ടാവണം, അല്ലെങ്കിൽ കാല് മാറിപ്പോവും. ബ്രേക്ക് ചെയ്യാൻ പയ്യെ ബ്രേക്ക് നിർത്തിക്കാൻ ഇന്നില്ല. ലെവൽ ചെയ്തിട്ടില്ല. നിൽക്കട്ടെ. ബ്രേക്ക് ചെയ്തില്ല. ന്യൂട്രലാക്കിക്കാണ്. ഇപ്പോൾ പകുതി ടെൻഷനിലായിരിക്കുന്നത്. അത് വേണ്ട. നമ്മൾ ഒതുക്കി നിർത്താൻ തീരുമാനിച്ച വണ്ടിക്ക് പിന്നെ ആക്സിലേറ്റർ വേണ്ട. കാല് അവിടെ കീപ്പ് ചെയ്താൽ മാം അറിയാതെ ചവിട്ടും. ആ കാല് ബ്രേക്കെ കീപ്പ് ചെയ്ത് വെച്ചോ. എന്നിട്ട് നിരങ്ങി പോയി നിന്നാൽ മതി തീരുമാനിച്ചേക്കണം. പിന്നെ ആക്സിലേറ്റർ തൊടേണ്ടി വരരുത്. സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടാ എല്ലാം ആയോ? വീണ്ടും നോക്ക് പോവാം. റൈറ്റ് ഇൻഡിക്കേറ്റർ നോക്കും മാം. എന്ത് ചെയ്യണം? ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്കും. മുന്നിലൊരു തടസ്സമുണ്ട്, അപ്പൊ നീങ്ങിയാൽ എന്ത് പറ്റും? അപ്പൊ റൈറ്റിലേക്ക് തിരിക്കും. ഇല്ല, അത് മാമിന്റെ ധാരണ. ഇത് നോക്കി മാക്സിമം സൈഡിലേക്ക് വണ്ടി കിടക്കുന്നത്. അപ്പൊ കൂടുതൽ തിരിച്ചാലേ അതേന്ന് ഊരി വരാൻ പറ്റുള്ളൂ നമുക്ക് വണ്ടി കൊണ്ട്. അപ്പൊ കുറച്ച് കൂടുതൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണം. എന്നിട്ടൊന്ന് അനങ്ങി നോക്കണം പതുക്കെ, ഇതേന്ന് മാറുന്നുണ്ടോ. മാറിയില്ലെങ്കിൽ വീണ്ടും തിരിക്കണം. പതുക്കെ ഒന്ന് അനങ്ങി നോക്കി. അങ്ങനെ പതുക്കെ ഒന്ന് ചലിച്ച് നോക്ക്. കറക്റ്റാ. ഗിയർ ഇടാഞ്ഞോണ്ടാ വണ്ടി നീങ്ങാത്തത്. ബ്രേക്ക് ചെയ്തിട്ട് ഡ്രൈവിലേക്ക്. ബാക്കിൽ ഓക്കെ ആണെങ്കിൽ പതുക്കെ ഒന്ന് ചലിച്ച് നോക്കും. പോരെ? നേരെയാക്കി കൊടുക്കാം. ബാക്ക് നോക്കിയിട്ട് നീങ്ങാവുള്ള. നേരെയാക്കിയില്ല. നേരെയാക്കി കൊടുക്കും. ഇങ്ങോട്ട് ഇനി പയ്യെ മൂവ് ചെയ്ത് ലെഫ്റ്റിലേക്ക് വരട്ടെ. ഓക്കെ ആണ്. ഇനി ബ്രേക്കിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ പതിയെ ആക്സിലേറ്റർ കൊടുത്തു. എന്തിന് മാം മാമിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നത്. വേഗത കൊടുക്കാതിരുന്നാൽ മതി മാം. അപ്പം മാമിന്റെ സൈഡ് കീപ്പ് ചെയ്തിട്ടൊന്ന് വേഗത കുറച്ചാൽ മതി. അവരൊന്നും കടന്നു പോയിക്കോളും. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ നേച്ചറാണ്. നമുക്കതൊന്നും മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ അവരുടെ വഴി ബ്ലോക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇങ്ങനെയല്ലേ ഓടിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം സൈഡ് കൊടുത്തു. അവരൊന്ന് പാസ് ചെയ്ത് പോയിക്കോളും. നമുക്കൊന്ന് ഒതുക്കി നിർത്തി നോക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കാം. മാം തന്നെ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ഒതുക്കി നിർത്തും വണ്ടി. കാല് ഇനി എവിടെ ഇരിക്കണം? ഇൻഡിക്കേറ്റർ വീഴുമ്പോൾ തൊട്ട് ആ കാല് ബ്രേക്കിലേക്ക് മാറിക്കോണം. എന്നിട്ട് സമയമെടുത്ത് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒതുക്കി നിർത്തണം. ബ്രേക്ക് ചെയ്ത് തന്നെ അല്ല സ്പീഡിൽ പോകരുത്. ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ട. പിന്നെ എത്ര സമയം എടുത്തിട്ടാലും ബ്രേക്ക് ചെയ്ത് വന്ന വരവിൽ തന്നെ വിട്ടു കൊടുക്കരുത്. വണ്ടി ഇപ്പൊ സൈഡിലാണ് നിൽക്കുന്നത്. നിവർന്ന് നിന്ന് കൊടുക്കും. നേരെയാക്കണമെങ്കിൽ തിരിക്കും. റൈറ്റിലേക്ക് ഇച്ചിരി കൂടെ. റൈറ്റിലേക്ക് തിരിക്കും. ഇത് ഇങ്ങനെ കണ്ട. ബ്രേക്ക് ഇപ്പോഴും അങ്ങോട്ട് അഴിച്ചു വിടുക ചെയ്തത് ബ്രേക്കിനെ. മാം കൺട്രോൾ ചെയ്ത് അതിനെ കൊണ്ടുവരാം. അവൾ വിട്ട് കളഞ്ഞേക്കരുത്. റൈറ്റ് ഇൻഡിക്കേറ്റർ വീണ്ടും പോവാം. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും.
തിരിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം മുന്നിലൊന്നുമില്ല. ഒന്നുമില്ല. ആ റൈറ്റ് ഇൻഡിക്കേറ്റർ പതുക്കെ പോട്ടെ. സ്ട്രൈറ്റ് ചെയ്ത് ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്കാം. ഓഫ് പോട്ടെ. ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് കാല്. ഓക്കെ, വേഗത വേണ്ടാന്ന് തോന്നുമ്പോൾ ആ കാല് ബ്രേക്കിലേക്ക് വന്നോണം. ഇത്തിരി ടെൻഷൻ കൂടെ കളഞ്ഞാൽ മതി, ഫ്രീ ആയി. റൈറ്റിലേക്ക് നോക്കരുത്, ഇതാണ് നമുക്ക് തടസ്സം കേട്ടാ. അതിന് തട്ടാത്തൊരു അകലം എടുക്കുക, പാസ് ചെയ്ത് പോവുക. പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് കാല് കൊണ്ടുവന്ന് വേഗത കുറച്ചോണം. അങ്ങനെ പോകാൻ പറ്റുമല്ലോ, നമ്മുടെ വഴി ക്ലിയർ അല്ലേ? ജംഗ്ഷൻ വേഗത ഒന്ന് കുറച്ചു. നമുക്ക് നേരെ പോകാനായിട്ടാണ്. ലെഫ്റ്റ് സൈഡിലെ സ്ഥലം നോക്കി മാറ്റി കൊടുക്കാതെ ആ പോവാലോ. അയാൾക്ക് വേണ്ടുന്ന സ്പേസ് എടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ. ഇനി പാസ് ചെയ്ത് പോയിക്കോ. നിർത്തി നോക്കാം. ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. ആദ്യം വണ്ടി സൈഡിലേക്ക് കാലവിടെ വേണം മാം. ഇപ്പോഴും ചെയ്തിട്ടില്ല. ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സൈഡാക്ക്. ബ്രേക്ക് ചെയ്തിട്ടില്ല ഇപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടില്ല. മനസ്സ് വേറെ എവിടെയോ. ഇപ്പോഴും ബ്രേക്ക് ചെയ്തില്ലായിരുന്നു, വണ്ടിയെ അങ്ങ് വിട്ടു കൊടുക്കുക ചെയ്തത് മാം. ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ശ്രദ്ധ അവിടെയായിരുന്നു. ശരിയല്ല, ഈ നിർത്തുന്നിടത്തേക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടത്. വണ്ടിയെ ബ്രേക്ക് ചെയ്തേ കൊണ്ടുവരികയും ചെയ്യാവുള്ളൂ. കിട്ടുന്നുണ്ടോ? പോവാൻ വേണ്ടി പോട്ടെ. റൈറ്റ് ആണോ പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? ഞാൻ പറഞ്ഞു താഴെ പോയാൽ ബൈപ്പാസിൽ ഇറങ്ങാൻ പറ്റില്ലേ? നേരെ പോയാൽ അതോ റൈറ്റ് പോയാലാണ് ഇറങ്ങാൻ പറ്റുന്നത്? സ്ട്രൈറ്റ് പോകും. ബൈപ്പാസ് റൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു. നോക്കി ബൈപ്പാസ് അല്ല, ഓഫീസേഴ്സ് മിസ് എന്നാണ്. പോവാം പോട്ടെ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തില്ല. ഓഫ് ചെയ്തു. ഇത്തിരി ടെൻഷനേ ഉള്ളൂ, അതിപ്പോൾ ഫ്രീ ആയിക്കോളൂ. ഇത് ഇറക്കമാന്ന് തോന്നുമ്പോൾ ബ്രേക്കിലേക്ക് കാല് വന്നില്ല കാല്. എന്താ എന്നിട്ട് ബ്രേക്കിന്റെ കൺട്രോളിലാക്കിക്കോണം വണ്ടിയെ. വന്നു നമ്മളെ വലിച്ചുകൊണ്ട് ഈ വണ്ടി ഓടാൻ പാടില്ല. പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് നിർത്തി നോക്കാം മാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് കാല് വെച്ചേക്ക്, എന്നിട്ട് ഇൻഡിക്കേറ്റർ എടുക്കും. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകാം സൈഡിലേക്ക്. ആ അങ്ങനെ തന്നെ ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകാം, ലൂസാക്കരുത്. സൈഡിലേക്ക് പോകാം മാക്സിമം. ഇപ്പം സൈഡായിട്ടില്ല വണ്ടി, ജസ്റ്റ് ഒന്നും ആയിട്ടേ ഉള്ളത്. മാം നോക്കിക്ക്, ഇനിയും സൈഡില്ല ഇവിടെ. അപ്പോൾ ആ സൈഡിലേക്ക് കൂടെ കൊണ്ടുപോകാം, ബ്രേക്കിൽ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ പതുക്കെ സൈഡിലേക്ക് കൊണ്ടുപോകാം. വന്നിട്ടില്ല, ഇപ്പം സൈഡില്ലായി കണ്ട. എന്നിട്ട് ലെവൽ ചെയ്ത് നിർത്തി കൊടുക്കുക. എങ്ങോട്ട് തിരിക്കണം ലെവൽ ചെയ്യണമെങ്കിൽ? അപ്പോൾ റൈറ്റിലേക്ക് ബെൻഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പതുക്കെ നീങ്ങുമ്പോൾ അതേ കണ്ട വണ്ടി ലെവലാകുന്ന കണ്ട. അങ്ങനെ തന്നെ പിടിച്ചോ,
ലെവലാവുമ്പോൾ അങ്ങ് നിർത്തിയാൽ മതി. കിട്ടിയാ? എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി വെച്ചാൽ മതി. ടെൻഷൻ കാണാം. വണ്ടി ഇൻഡിക്കേറ്റർ വീഴുന്നതിന് മുമ്പ് കാല് ബ്രേക്കേൽ വന്നോണം, എങ്കിലും നമുക്ക് ആ ടൈമിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മാം എന്താ പറയാ, ഇതിനെ ഫോക്കസ് ചെയ്തോണ്ടിരിക്കും, ഇൻഡിക്കേറ്റർ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, വണ്ടി ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് മാമിന് നിർത്തണം തീരുമാനിച്ചാൽ പിന്നെ ആക്സിലേറ്ററിന്റെ ആവശ്യമില്ല. ആ കാല് ബ്രേക്കിൽ കൊണ്ടുവരിക, ഇൻഡിക്കേറ്റർ ഇടുക, എവിടെയാണോ അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്ത് നിർത്തിയേക്കുക വണ്ടി. പോവാൻ വേണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റർ മാം നോക്ക്. ബാക്കിൽ തടസ്സമുണ്ടോ, ഫ്രണ്ടിൽ തടസ്സമുണ്ടോ, എങ്ങോട്ട് മാറ്റി നീങ്ങണം ഒന്ന് ആലോചിക്കും. പതുക്കെ മൂവ് ചെയ്യും. അതേന്ന് മാറുന്നതനുസരിച്ച് നേരെയാക്കി വന്നിട്ടില്ല, നേരെയാക്കി, കൈ നേരെയാക്കി. പിന്നെ ഇതിനടുത്തേക്ക് തിരിക്കുന്നത്. അപ്പൊ വട്ടം കറക്കും. പിടി കിട്ടിയാ പോട്ടെ. നമ്മൾ പതുക്കെയാ നീങ്ങുന്ന വേണം. അപ്പൊ ഒന്നും സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പോട്ടെ. ഒന്നുകൂടെ ഒതുക്കി നിർത്തിക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ബ്രേക്ക് പ്രസ് ചെയ്യാൻ തുടങ്ങുന്നിട്ട് സൈഡിലേക്ക് ഒതുക്കി കൊണ്ടുപോകാം. കിട്ടാവുന്ന സൈഡിലേക്ക് മാക്സിമം ഒതുക്കി ബ്രേക്കെ തന്നെ കൊണ്ടുപോകാം. ബ്രേക്ക് ചെയ്തിട്ടില്ല. മാക്സിമം സൈഡ് കിട്ടുമ്പോൾ ഒന്ന് നിർത്തണം. കിട്ടിയ മാക്സിമം. അതൊക്കെ കഴുത്തൊക്കെ നേരെ പോയി. കണ്ട കാഴ്ചയേ ഉള്ളൂ അവിടെ എന്താണെന്ന് മാമിനെ അറിയാം. കിട്ടിയാ? ഇനി ലെവൽ ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റണം, അങ്ങോട്ട് ബെൻഡി, എന്നിട്ട് പതുക്കെ ഒന്ന് മൂവ് ചെയ്യും. അപ്പോൾ ഉരുണ്ട് ലെവലാവുമ്പോൾ നിർത്തിയാൽ മതി. പിന്നെ ലെവലായിട്ടില്ല, പതുക്കെ ഉരുട്ടി ലെവലായി തോന്നുമ്പോൾ നിർത്ത്. എന്നിട്ട് സ്റ്റിയറിങ് നേരെയാക്കി വയ്ക്കുക. കണ്ട? ഓക്കെ ആണ്? റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും. വീണ്ടും പുറത്തിറങ്ങാം. ബാക്ക് നോക്കിക്കോ. ഓക്കെ ആണ്? ഇപ്പൊ ഓക്കെ അല്ലേ? ഇത് ഇവിടെ നോക്ക്. ഇത് നമ്മൾ ബെൻഡ് ചെയ്തു, മതി. ഇതാ വണ്ടി അതേന്ന് മാറുന്നതായിട്ട് മാമിന് തോന്നില്ലേ? പതുക്കെ ഉരുളട്ടെ. അതേന്ന് മാറിയും തോന്നുമ്പോൾ നേരെയാക്കി കൊടുത്താൽ മതി. നേരെയാക്കി കൊടുക്കുക. കണ്ട? പിന്നെ ഇങ്ങോട്ട് തിരിക്കരുത്. പിന്നെ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യുക ചെയ്യാവുള്ളൂ. ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് വരികയാണ് ചെയ്യാവുള്ളൂ. എടുത്ത് തിരിക്കരുത്. പോട്ടെ. അത് അറേഞ്ച് ചെയ്യാവുള്ളൂ. അതിനാ ബ്രേക്കിൽ തന്നെയാണ് കാല് വെച്ചിരിക്കുന്നത്. എത്ര സമയം എടുത്തിട്ടാണെങ്കിലും അറേഞ്ച് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് എടുത്ത് തിരിക്കാൻ നോക്കരുത്. ഈ വണ്ടിയെ നിയന്ത്രിക്കാൻ നമുക്ക് ബ്രേക്ക് അല്ലാത്തൊരു ഓപ്ഷൻ ഇല്ല മാം. സ്റ്റിയറിംഗിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ കാല് മാറ്റിക്കോണം ആക്സിലേറ്ററിൽ നിന്ന്. ഓക്കെയാണ്? ഒരു ചെറിയ ബെൻഡാണെങ്കിലും മാം ആ കാല് മാറ്റി ശീലിച്ചോണം ബ്രേക്കിലേക്ക്. ബ്രേക്കിലേക്ക് കാല് വെച്ചോണം. അതെ. പയ്യെ ഒരു ലൈറ്റായിട്ട് പ്രസ്സും ചെയ്തോണം. അതെ. വീണ്ടും പോട്ടെ. മാമിന് എപ്പോൾ ഇതിനെ നിയന്ത്രിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം കാല് ബ്രേക്കെ കൊണ്ടുവന്നോണം കൃത്യമായിട്ട്. സൈഡ് കീപ്പ് ചെയ്ത് പോകണം. ഓക്കെ, പോട്ടെ. ഈ ഒരു ഇത് നോക്കിയാൽ വണ്ടി ഓടിച്ചു പോവുള്ളൂ. എങ്ങോട്ട് തിരിക്കണമെങ്കിലും ഈ സൈഡ് നോക്കിയാൽ ഓടിച്ചു പോകാവുള്ളൂ. നമ്മളിപ്പോൾ സെൻറ്ററിലാണ്, കാരണം മാം റൈറ്റിലേക്കാണ് നോക്കിയത്. റോഡിൻ്റെ ലെഫ്റ്റ് നോക്കിയാണ് വണ്ടിയെ കൊണ്ടുപോകേണ്ടത്. ഒന്നുകൂടെ ഒതുക്കി നിർത്തി നോക്കും മാം. ഒരു സ്ഥലം ഫിക്സ് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് ബ്രേക്ക് ചെയ്ത് തന്നെ കൊണ്ടുപോകാം. ലെവലിലാണ് വണ്ടി കിടക്കുന്നത്. ഉറപ്പാണ് അത് ഇച്ചിരൂടെ ലെവലാകാനുണ്ടോ? ഈ വിഷ്വൽ നോക്കിയാൽ ഇത് എങ്ങോട്ടാണോ കിടക്കുന്നത് അങ്ങനെയാണ് വണ്ടി കിടക്കുന്നത്. ഇതിപ്പോൾ എങ്ങോട്ടാന്ന് നോക്കിയാൽ ആ സൈഡിലേക്കല്ലേ കിടക്കുന്നത്. ലെവലാണെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ കിടക്കേണ്ടത്. അപ്പോൾ റൈറ്റിലേക്കൊന്ന് ബെൻഡ് ചെയ്യും, എന്നിട്ട് പതുക്കെ ഒന്ന് നീങ്ങിക്കുക. ലെവലായാ? ആയാ? ഇച്ചിരൂടെ വരട്ടെ. ആയാ? ഇനി അതും അല്ലെങ്കിൽ ഈ മിറർ മാം ഒന്ന് നോക്കിയാൽ. മാമിന് ഈ സൈഡിലെ വിഷ്വല് ഫുള്ള് ത്രൂ ഔട്ട് കാണാൻ വയ്യേ? അപ്പോൾ വണ്ടി നേരെയാണെന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ നമ്മുടെ ബാക്കില്ലേ ബോഡിയുടെ, ഒന്നെങ്കിൽ അങ്ങോട്ട് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ ഇതിലേക്ക് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത്. അങ്ങനെ അറിയാം നേരെയാണോ. അതെ. നിർത്തി കഴിഞ്ഞിട്ട് മാം നോക്കണം. ഇത് വെച്ചിട്ട് ലെവൽ ചെയ്യുക, എന്നിട്ട് ഇവിടെ നോക്കി കൺഫേം ചെയ്യുക. വീണ്ടും പോവാ. റൈറ്റ് ഇൻഡിക്കേറ്റർ. ബാക്കിൽ ഓക്കെ ആണോ നോക്കാം. വാ പതുക്കെ പോട്ടെ. നേരെയാക്കുക. പോട്ടെ. ബാക്കിലേക്ക് നോക്കിയിരിക്കരുത്, പിന്നെ ഫ്രണ്ടാണ്.
റോഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുൻവശം നോക്കിയാ വണ്ടി കൊണ്ടുപോകേണ്ടത്. ഞാൻ ബാക്ക് നോക്കിയിട്ടാണ് റോഡിലേക്ക് ഇറങ്ങിയത്. പിന്നെ നോക്കണ്ട. പിന്നെ അവിടെ നോക്കിയിരുന്നാൽ നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങില്ല. നമ്മൾ അവരെ കണ്ട് പേടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവരെ നോക്കരുത്. ഈ സൈഡിൽ ഇതിനെ തട്ടാത്ത രീതിയിൽ വണ്ടിയെ കൊണ്ടുപോകണം. അത്രയും വേണം. ഇവിടെ കൂടുതൽ സ്പേസ് വന്നെന്ന് തോന്നുമ്പോൾ ഈ സൈഡിലേക്ക് തന്നെ വരണം. കണ്ട, ഇപ്പോൾ ഈ ബസ്സിനെ ഫോക്കസ് ചെയ്യാം. ഇതിനെ തട്ടാത്ത രീതിയിൽ മാറുക, അതുപോലെ നീ വരിക. കിട്ടിയ ഇപ്പോഴും തിരിച്ചപ്പോൾ ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചോണ്ടിരുന്നു, ആ കാല് മാറ്റി പോകണം. ആ, ഈ വിഷ്വൽ തന്നെ നോക്കണം. ഇങ്ങനത്തെ വിഷ്വൽ എടുത്താൽ മതി. ഈ ഭാഗം എവിടം വരെ കൊണ്ടുപോകാൻ പറ്റുമോ അതിനനുസരിച്ച് വണ്ടിയെ നിയന്ത്രിച്ചാൽ മതി. ഓക്കെ ആണോ? പേടിക്കാതിരുന്നാൽ മതി. റൈറ്റ് തിരിഞ്ഞാലും ലെഫ്റ്റ് തിരിഞ്ഞാലും റോഡിന്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് മാമിനെ പോകേണ്ടത്. കാലിലൊന്നും ബ്രേക്കിൽ പോവാം പതുക്കെ. എന്നിട്ട് മാം റോഡിന്റെ ലെഫ്റ്റ് നോക്കി തിരിഞ്ഞു പോവാം. അങ്ങനെ കണ്ട, ആ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് തന്നെ വണ്ടിയെ കൊണ്ടുപോവാം. ആ ലെഫ്റ്റിൽ വണ്ടി അറേഞ്ച് ആകുന്നതനുസരിച്ച് കുറേശ്ശെ ഒറ്റ തിരിച്ചാൽ വീണ്ടും നടുക്കോട്ട് ഓടിപ്പോകും. നമ്മൾ വരുന്നതനുസരിച്ചിട്ടാണ് എങ്ങനെ തിരിക്കണോ തീരുമാനിക്കുന്നത്. പതിയെ ഓടുന്ന വണ്ടിയെ പതിയെ തിരിച്ചെടുത്താൽ മതി. ചവിട്ടി പിടിക്കുന്നുണ്ട്. ആ കാലത്ര മേളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കാലിൻ്റെ പത്തി കൊണ്ടാണ് മാം ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. മാം ഈ ഉള്ളം കാലും കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആക്സിലേറ്ററും ബ്രേക്കും ഉപയോഗിക്കുന്ന ഉള്ളം കാലും കൊണ്ടാണ്. പോട്ടെ, ആ കാലത്തിലൂടെ പുറകോട്ട് ഇറക്കാവോ? ആക്സിലേറ്റർ ഒന്ന് പത്തി കൊണ്ടാക്കാൻ പറ്റുമോ? ഇനി പോട്ടെ. ഉള്ളം കാല് വരരുത് കേട്ടോ മാം. ആ പെടലിലേക്ക് ആ അറ്റം മതി നമുക്ക് രണ്ടും ഉപയോഗിക്കാനായിട്ട്. നമുക്ക് ഈ ലോറി കഴിഞ്ഞിട്ടൊന്ന് ഒതുക്കി നിർത്തി നോക്കാം. ഇൻഡിക്കേറ്റർ ഇടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പതുക്കെ സൈഡാക്കി കൊണ്ടുപോകാം. കുറെ കൂടെ സ്ലോ ചെയ്തു പോകാൻ. കിട്ടിയ നേരെയാണ്. എങ്ങോട്ട് മാറണം? ഓക്കെയാണ്. ഇങ്ങനെ ഉപയോഗിക്കാവുള്ളൂ. മാക്സിമം 10 കൊണ്ട് ഉപയോഗിക്കാനേ നോക്കാവുള്ളൂ. ഒതുക്കി നിർത്തുമ്പോഴും മാം ബ്രേക്ക് ചെയ്തേ കൊണ്ടുവരാവുള്ളൂ വണ്ടി, അല്ലാതെ വിട്ട് കളഞ്ഞേക്കരുത് ആ സൈഡിലേക്ക്. ഓക്കെയാണ്. വീണ്ടും പോവാം. പോട്ടെ. ഇനി ബാക്ക് നോക്കിയിരിക്കരുത്. ഫ്രണ്ടിനനുസരിച്ച് ലെഫ്റ്റിലേക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. കണ്ടോ? ലെഫ്റ്റിൽ വരുന്നതനുസരിച്ച് അതിനെ നിവർത്തിയെടുക്കുകയും ചെയ്തോണം. ഒറ്റ തിരിഞ്ഞിരിക്കേണ്ടി വരരുത്. അത്രേ ഉള്ളൂ. സമയമെടുത്ത് മാം മൂവ് ചെയ്യുകയും സ്ലോ ചെയ്യുകയും എല്ലാം ചെയ്താൽ മതി. ചില കാര്യങ്ങൾ നേരത്തെ അപ്ഡേറ്റഡ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. ഇയാളെ തട്ടാതെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി സമയത്ത് ഒഴിഞ്ഞു മാറാമെന്നോ സമയത്ത് ഇതാക്കാമെന്നോ മാം തീരുമാനിക്കരുത്. നടക്കില്ല. നേരത്തെ അത് കാണുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് വേണ്ട സ്പേസ് എടുക്കുകയും വേഗത കുറയ്ക്കുകയും എല്ലാം ചെയ്തോണം. ഓക്കെയാണ്. നമുക്ക് ആ 2 വീലർ കഴിയുമ്പോൾ ഒന്ന് ഒതുക്കി നിർത്താം. ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? വീൽ നേരാക്കി എന്നിട്ട് ന്യൂട്രലാക്കി. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടിയ ഒതുക്കി നിർത്തുമ്പോൾ എപ്പോഴും ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ടേ ഒതുക്കി വരാവുള്ളൂ. കാരണം പുറകിൽ വരുന്ന ആൾ അറിയണം മാം ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അല്ലാതെ വിട്ടുകൊടുത്താലുള്ള കുഴപ്പം അറിയാമല്ലോ. അയാൾ അറിയാൻ പോകുന്നില്ല. അയാൾ അതേ സ്പീഡിൽ വരും നമ്മുടെ പുറകിൽ. മാം ബ്രേക്ക് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് തെളിയും. ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും കാണുമ്പോൾ അയാൾക്ക് അറിയാം വണ്ടി ഇവിടെ നിർത്തും. അയാളും ആ വേഗത കുറച്ചേ വരുള്ളൂ നമ്മുടെ പിന്നിൽ. പോവാം. വീണ്ടും പോട്ടെ.
ബാക്ക് നോക്കിയിരിക്കുക. അതേ ആവശ്യത്തിന് വീതിയുണ്ട്. ഇവിടെ ലെവൽ ചെയ്യും മാം. റോഡിലേക്ക് കയറുന്നതിനെ പറ്റി ചിന്തിക്കരുത്. കിട്ടിയ സ്ഥലത്ത് ലെവൽ ചെയ്ത് മുന്നിലേക്ക് പോകുന്നതിനെ പറ്റി ആലോചിക്കാവുള്ളൂ. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക്. അല്ല, മുന്നിൽ തടസ്സം ഉള്ളപ്പോഴാണ് നമ്മൾ തിരിഞ്ഞ് റോഡിലേക്ക് കയറി പോകുന്നത്. മുന്നിൽ ഒരു തടസ്സവും ഇല്ലെങ്കിൽ പതുക്കെ മുന്നിലേക്ക് നീങ്ങുന്നതനുസരിച്ച് ഇത്തിരി റോഡ് എടുത്താൽ മതി. ആ റോഡ് എടുത്തെടുത്ത് കയറിയാൽ മതി. വെപ്രാളത്തിൽ ബ്രേക്കിന് വരെ ആക്സിലേറ്റർ ചവിട്ടരുത് തിരക്ക് കാണുമ്പോൾ. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനെ അഡ്വാൻസ് ചെയ്തോളാൻ പറഞ്ഞ. ദൂരത്ത് തിരക്ക് കാണുമ്പോഴേ മാം ഇവിടുന്ന് കാല് മാറ്റി ശീലിച്ചോണം. അങ്ങനെ ചവിട്ടണമെന്നല്ല, കാല് അവിടെ കീപ്പ് ചെയ്തോണ്ടിരുന്നോണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ആ കാല് ആക്സിലേറ്ററിലോട്ട് പോകാവുള്ളൂ. നമുക്ക് എന്താണ് അവിടെ വന്ന തടസ്സം അത് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞതിന് ശേഷമേ ആക്സിലേറ്റർ ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിലോട്ട് പോകാവുള്ളൂ. മാം ഉദ്ദേശിച്ച പോലെ തിരിഞ്ഞില്ല എന്ന് കണ്ടപ്പോ ബ്രേക്കിൽ കാല് വന്നില്ലേ? അത് 2 സെക്കൻഡ് മുന്നേ വന്നിരുന്നെങ്കിൽ ഉദ്ദേശിച്ച പോലെ വണ്ടി തിരിഞ്ഞാണ്. നമുക്കൊരു സ്കില്ലില്ലാത്ത ഒരാളാ. നമുക്ക് എല്ലാം അഡ്വാൻസ് ചെയ്യേണ്ടി വരും. ഒരു ഡ്രൈവറെ പോലെ സമയത്ത് പ്രതികരിക്കാൻ പറ്റില്ല നമുക്ക്. വളവാണ് അല്ലെങ്കിൽ മുൻവശത്ത് മറവാണ് തിരക്കാണെന്ന് തോന്നിയാൽ കാലിപ്പുറത്ത് കൊണ്ടുവന്നോണം. പോകാമെന്ന് ഉറപ്പുള്ളപ്പോൾ മാത്രമേ കാല് മാറ്റാവുള്ളൂ. ഒന്നുകൂടെ ഒതുക്കി നിർത്താം മാം. ഓക്കെയാണ്. എന്ത് തോന്നുന്നു? നേരെയാണോ ചരിഞ്ഞാണോ? എങ്ങോട്ടാ ചരിഞ്ഞിരിക്കുന്നത്? അപ്പൊ എങ്ങോട്ട് തിരിക്കണം? അങ്ങോട്ട് തിരിച്ചാൽ കിട്ടൂല. ബാക്ക് എങ്ങോട്ടാ? റോഡ് ഇങ്ങനെയും ബാക്ക് ഇത് ഇങ്ങനെയാ ഇപ്പൊ നിൽക്കുന്നത്, ശരിയല്ലേ? അപ്പൊ എങ്ങോട്ട് തിരിച്ചാലാ മാമിന് നേരെയാക്കാൻ പറ്റുന്നത്? റൈറ്റിലേക്ക് തിരിച്ചിട്ടില്ല. അതിനൊന്ന് പതുക്കാനങ്ങ് നേരെയായാ കിട്ടിയ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓണാക്കും. അല്ലാതെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത്. വണ്ടി എപ്പം നിർത്തിയാലും അത് ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഓണാക്കി വെച്ചോണം. അല്ലാതെ അറിയാതെ കാലെടുത്താൽ വണ്ടി വീണ്ടും ഉരുളും. ഇപ്പൊ റോഡ് നിരപ്പല്ലെങ്കിൽ ന്യൂട്രലാക്കിയിട്ട് മാം ബ്രേക്ക് എന്ന് കാലെടുത്താൽ വണ്ടി ഉരുണ്ടു പോകും. ഓക്കെ അല്ലേ? ഇത്തിരി കൂടെ സീറ്റ് ഒന്ന് പുറകോട്ട് ഇറക്കണം മാം. ഇങ്ങനെ ഉള്ളം കാലം കൊണ്ട് ചവിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു പൊട്ടിക്ക് ഇറക്കാവാ. എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇട്ടു? അത് ഇത് ഇവിടെ ഈ കൈ കൊണ്ട് ഉപയോഗിച്ചാൽ മതി. ജസ്റ്റ് ആ ലിവർ ഒന്ന് പൊക്കിയാൽ മതി. ഈ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയാൽ മതി. പൊക്കിയിട്ടില്ല. കൈ മാറ്റി വെറുതെ അവിടെ കംഫർട്ടാണോ? ഈ സ്റ്റിയറിംഗ് താഴ്ത്ത് എന്തെങ്കിലും വേണം? ഞങ്ങൾ ചോദിക്കുമ്പോ ഓക്കെ ഓക്കെ എന്നല്ല മാമിന്റെ ഇരിക്കുന്ന മാക്സിമം അതൊന്ന് ലോക്ക് ചെയ്തേക്കാം. ഉള്ളം കൈ കൊണ്ട് അകത്തേക്ക് തന്നെ. ഉള്ളം കൈ കൊണ്ട് തള്ളി മേപ്പോട്ട് നോക്കും. ആ അതെ. കംഫർട്ടാണ്. പോകാവോ? അതാണ് മാക്സിമം മാം. കണ്ട, അങ്ങനെ ഉപയോഗിക്കുന്ന കുറെ കൂടെ ബെറ്റർ. കാലെടുത്ത് കയറ്റി വയ്ക്കാൻ ശ്രമിക്കരുത് ഒരിക്കലും. റൈറ്റിലേക്ക് ആക്സിലേറ്ററിലേക്ക് ഒന്ന് മാറ്റിക്കുക. ബ്രേക്കിലേക്ക് ഒന്ന് വന്ന് കണ്ട കിട്ടിയ ബ്രേക്ക് ഗിയർ ഇട്ടു. വേറെ എന്ത് ചെയ്യണം? ഉയർത്തിയിട്ട് പ്രസ് ചെയ്യും. എൻ്റെ താഴ്ത്തി ഇൻഡിക്കേറ്റർ. മാം നോക്കി മുന്നിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ആകെപ്പാടുള്ള തടസ്സം ആ ടേബിളാണ്. അപ്പൊ വട്ടം കറങ്ങണോ അതോ പതുക്കെ നീങ്ങുന്നതനുസരിച്ച് ടേബിളിനെ ഒഴിവാക്കി പോണോ? പതുക്കെ പോട്ടെ. ബാക്ക് നോക്കി മാം പേടിക്കണ്ട. നമ്മൾ സൈഡിൽ കൂടെ തന്നെയാ പോണത്. പതുക്കെ നീങ്ങിക്ക്. റോഡിലേക്ക് കയറാൻ ശ്രമിക്കണ്ട മാം. ആ ടേബിൾ വരെ മാമിന് എത്താം. കണ്ട, ടേബിൾ ഒഴിവായി തോന്നുമ്പോ വണ്ടി നേരെയാക്കി കൊടുത്തേക്ക്. കണ്ട, ഇനി കുറച്ചായിട്ട് റോഡിലേക്ക് കയറിക്കോളും. കിട്ടിയാ ഇൻഡിക്കേറ്റർ ഓഫ് പോട്ടെ. അത് ഓഫായി പോട്ടെ. ഈ ലെഗ് നോക്കിയാൽ വണ്ടി തിരിച്ചുകൊണ്ട് വരാവുള്ളൂ. എത്ര വലിയ വളവാണെങ്കിലും ആ ഫ്രണ്ട് ലെഫ്റ്റ് എവിടം വരെ എത്തിക്കാൻ പറ്റുമോ അതിനനുസരിച്ചേ വണ്ടിയെ കൊണ്ടുപോകാവുള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് തിരിക്കാൻ നോക്കരുത്. നടുക്കോട്ട് ചെല്ലും വണ്ടി.